ഹായ് യൂട്യൂബ്. ആള് മാറിപ്പോയല്ലടാ കുഞ്ഞുണ്ണി. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പോയിന്റർ മാനിപ്പുലേഷൻസ് പഠിച്ചു. ഈ എപ്പിസോഡിൽ നമുക്ക് പോയിന്റർ അരിത്തമെറ്റിക് എന്താണെന്ന് പഠിക്കാം. പോയിന്റർ അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ പോയിന്റർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ കാണിക്കാം. ഞാൻ ഒരു ഇൻറ്റിജർ അറേ ഇടുന്നു. ഇൻറ്റിജർ അറേ ഈക്വൽസ് ഞാൻ അതിനകത്ത് ജസ്റ്റ് 2-3 വാല്യൂസ് കൊടുക്കുന്നു. 1 2 3 4 5. ഓക്കെ, ഞാൻ അങ്ങനെ 5 എലമെന്റ്സ് ഉള്ള ഒരു അറേ ഉണ്ടാക്കി. ഇതിലേക്ക് ഞാനൊരു പോയിന്റർ അസൈൻ ചെയ്യുന്നു. പോയിന്റർ ഇൻറ്റിജർ സ്റ്റാർ പി ഈക്വൽസ് ടു അറേ എന്ന് കൊടുത്തു. അപ്പോൾ അറേയിൽ നമുക്കറിയാം നമുക്ക് അഡ്രസ്സ് കൊടുക്കണ്ട, കാരണം അറേയുടെ നെയിം തന്നെ ഒരു അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ, നമുക്കിനി ഈ അറേ പ്രിന്റ് ചെയ്താലോ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഫോർ ഇൻറ്റിജർ അറേ എ ഈക്വൽസ് ടു അറേ നമുക്ക് ഫോർ ഈച്ച് ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ സ്റ്റാൻഡേർഡ് printf മോഡുലസ് ഡി എ. ഓക്കെ, നമുക്കിത് റൺ ചെയ്ത അറേയുടെ ഔട്ട്പുട്ട് കാണാം. 1 2 3 4 5 എന്ന് പ്രിന്റ് ചെയ്തു. പിന്നെ അവിടെ /n ഇടുന്നു. ഓക്കെ, ഇനി നമുക്ക് പോയിന്ററിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ പോയിന്ററിന്റെ വാല്യൂ സ്റ്റാൻഡേർഡ് സി ഔട്ട് സ്റ്റാർ പി സ്റ്റാൻഡേർഡ് n ലൈൻ. ഓക്കെ, പോയിന്ററിന്റെ വാല്യൂ ഞാൻ പ്രിന്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം പോയിന്റർ, ഇപ്പം ഞാൻ ഈ ബാക്കി അറേ പ്രിന്റ് കമന്റ് ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്കറിയാം പോയിന്റർ പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോൾ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് ഫസ്റ്റ് എലമെന്റിലേക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ 1 എന്ന് പറഞ്ഞ വാല്യൂ പ്രിന്റ് ചെയ്യും. ഓക്കെ, നമുക്കിനി പോയിന്ററിൽ ഏതൊക്കെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റിംഗ് പോയിന്റേഴ്സ് ഉണ്ട്, അഡീഷൻ ഓഫ് കോൺസ്റ്റന്റ് ടു പോയിന്റേഴ്സ്. നമുക്ക് ആദ്യത്തെ 2 നോക്കാം. അപ്പോൾ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്കറിയാം ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എങ്ങനെയാണ് p++. അപ്പോൾ p++ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി p ഈക്വൽസ് ടു p+1 എന്ന് എഴുതുന്നതിന് തുല്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ p++ ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്? നമ്മൾ നമ്മുടെ അഡ്രസ്സ് +1 ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പോയിന്റ് ചെയ്യുന്നത് ഈ 1ന്റെ എലമെന്റിലേക്കാണ്. അതിനെ നമ്മൾ +1 ചെയ്യുമ്പോൾ അടുത്ത 2 എന്ന് പറഞ്ഞ എലമെന്റിലേക്ക് ജമ്പ് ചെയ്യും. കാരണം നമുക്കറിയാം, നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പഠിച്ചു ഇൻറ്റിജർ ആണ് ഇവിടെ നമ്മുടെ ഡാറ്റ ടൈപ്പ്. സോ ജമ്പ് ചെയ്യുന്നത് 4 ബൈറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ 4 ബൈറ്റ്സ് ജമ്പ് ചെയ്യുമ്പോൾ അടുത്ത ഇൻറ്റിജർ വാല്യൂവിലെത്തും. അപ്പോൾ 2 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. നോക്കിയേ, നമ്മളിവിടെ അഡ്രസ്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത്, പിന്റെ അഡ്രസ്സ്. എന്നിട്ട് നമ്മളത് ഡീറെഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. നമുക്ക് 2 കിട്ടി. എനിക്കിത് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്ട് എനിക്കിത് പ്രിന്റ് ചെയ്യണമെങ്കിലോ, ഈ 2 വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിലോ നമ്മളിവിടെ p+1 ചെയ്യും അല്ലേ. ഇതാണ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാതെ. ഞാനിവിടെ p ചേഞ്ച് ചെയ്യുന്നില്ല, പകരം p+1 ചെയ്തിട്ട് അതിനെ ഡീറെഫറൻസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇപ്പോഴും 2 തന്നെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. നമുക്കിത് ഇങ്ങനെ എഴുതുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് പോയിന്ററിൽ, നമ്മൾ നേരത്തെ പഠിച്ചതാണ് പോയിന്റേഴ്സ് ആൻഡ് അറേ എപ്പിസോഡിൽ, നമുക്ക് അറേ സ്റ്റൈലിലും വേണമെങ്കിൽ പോയിന്റർ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. p(1) എന്ന് കൊടുക്കുമ്പോഴും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് കാണാം. സോ ഇതാണ് ഇൻക്രിമെന്റ് ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ നമുക്ക് ഡിക്രിമെന്റ് ഓപ്പറേഷൻ ഉണ്ട്. ഞാൻ p++ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് വേണമെങ്കിൽ p-ഉം ചെയ്യാൻ പറ്റും. ഡിക്രിമെന്റ് ഓപ്പറേറ്ററും. ഇത് ഞാൻ റൺ ചെയ്താലോ, നമുക്ക് 2 ഔട്ട്പുട്ട് കിട്ടിയത് കാണാം. ആക്ച്വലി ബിക്കോസ് ഞാനിവിടെ സ്റ്റാർ p ഇടുന്നു, 2 അല്ല ഔട്ട്പുട്ട് കിട്ടേണ്ടത്. നമ്മൾ ഒന്നുകൂടെ റൺ ചെയ്താൽ നമുക്ക് കാണാം 1 ഔട്ട്പുട്ട് കിട്ടിയതാണ്. അപ്പോൾ p++ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ 2ലേക്ക് ജമ്പ് ചെയ്യും, പക്ഷെ പിന്നീട് p-, ചെയ്യുമ്പോൾ തിരിച്ച് 1ലേക്ക് വരും. അങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടിയത്. ഓക്കെ, നമുക്കിത് ഇപ്പോൾ ചെയ്യുന്നത് പോസ്റ്റ് ഡിക്രിമെന്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ പ്രീ ഡിക്രിമെന്റും ചെയ്യാം. അപ്പോൾ നമ്മളിത് റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടുന്നത് കാണാം. ഓക്കെ, ഇത് നമ്മൾ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കോൺസ്റ്റൻസ് ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ p ഈക്വൽസ് ടു p+2 എന്നൊക്കെ എനിക്ക് ആഡ് ചെയ്യാം, ഓരോ കോൺസ്റ്റന്റ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ എന്താ പറ്റുന്നത്? നമ്മൾ p++ ഇവിടെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് 2ലേക്ക് വരും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ആ p-യിലേക്ക് +2 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ +2 എന്ന് പറയുമ്പോൾ ഈ 2-ൽ നിന്ന് +1 3 ആവും, +2 എത്തുമ്പോൾ 4 ആവും. അപ്പോൾ നമുക്ക് 4 ഔട്ട്പുട്ട് കിട്ടണമല്ലോ. റൺ ചെയ്താലോ, നമുക്ക് 4 ഔട്ട്പുട്ട് കിട്ടിയത് കാണാം. ഇതുപോലെ തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ മൈനസ് ഓപ്പറേഷനും ചെയ്യാം. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ആദ്യം p++, അപ്പോൾ 2-ലെത്തും. പിന്നെ p-2 ആണ് ചെയ്യുന്നത്. -1 ആണ് നമുക്കിവിടെ ഫസ്റ്റ് പൊസിഷനിൽ എത്തണേ. -2 ചെയ്താൽ ആക്ച്വലി ഈ അറേയുടെ ഔട്ട് സൈഡിലേക്ക് പോകും. അപ്പോൾ അത് ആക്ച്വലി കൊള്ളൂല, നമുക്ക് ജങ്ക് വാല്യൂസ് ആണ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ റൺ ചെയ്താൽ നോക്കിയേ, നമുക്കൊരു ജങ്ക് വാല്യൂ ആണ് കിട്ടിയത്. കാരണം നമ്മൾ ഇപ്പോൾ അറേയുടെ ഔട്ട് ഓഫ് ബൗണ്ട് ആണ്. നമുക്ക് ഇത് -1 ചെയ്താൽ നമുക്ക് ഫസ്റ്റ് എലമെന്റ് കിട്ടും. 1 കിട്ടിയത് കാണാം. ഓക്കെ, സോ ഇതാണ് ബേസിക് 2 അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. പിന്നെ നമുക്ക് കാണാം ഇവിടെ കമ്പാരിസൺ ഓഫ് പോയിന്റേഴ്സും പറ്റും. അപ്പോൾ കമ്പാരിസൺ ഓഫ് പോയിന്റേഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് റിമൂവ് ചെയ്തു. എനിക്ക് വേറൊരു പോയിന്റർ ഉണ്ടെന്ന് വെക്കുക. ഇൻറ്റിജർ സ്റ്റാർ q ഈക്വൽസ് ടു അറേ +2 എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സ്റ്റാർ q കൂടെ ഞാൻ പ്രിന്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് ഇപ്പോൾ പ്രിന്റ് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുന്നത്? 1ഉം 3ഉം. കാരണം
പി പോയിന്റ് ചെയ്യുന്നത് 1ലേക്കും ക്യൂ പോയിന്റ് ചെയ്യുന്നതോ അറേ +2, അതായത് ഇവിടെ 3ന്റെ പൊസിഷനിലേക്കായിരിക്കും ക്യൂ പോയിന്റ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് അഡ്രസ് വാല്യൂ ഉണ്ട്. ഇപ്പോൾ പിന്റെ അഡ്രസ്സ് നമുക്ക് ഇവിടെ കാണാം ഈ ഫസ്റ്റ് ലൊക്കേഷൻ ആണ്, ക്യൂവിന്റെ അഡ്രസ്സോ ഇവിടെ തേർഡ് ലൊക്കേഷനും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് അഡ്രസ് ലൊക്കേഷൻ ആയിരിക്കും ഏറ്റവും ബിഗ്ഗസ്റ്റ് അഡ്രസ് ലൊക്കേഷൻ? നമുക്ക് അതിനുവേണ്ടി ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ ഇട്ട് നോക്കാം. ഇഫ് പി ഗ്രേറ്റർ ദാൻ ക്യൂ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? ഒരു ഹായ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാം. ഓക്കെ, സ്റ്റാൻഡേർഡ് എൻ ലൈൻ. ഇനി നമുക്കിത് റൺ ചെയ്താലോ? ഇവിടെ ഹായ് എന്ന് പ്രിന്റ് ചെയ്ത് വരുന്നില്ല, കാരണം പി അല്ല ഗ്രേറ്റർ, ക്യൂ ആണ് ഗ്രേറ്റർ എന്ന് നമുക്കറിയാം. കാരണം പിന്റെ അഡ്രസ്സ് കഴിഞ്ഞിട്ടാണ് ക്യൂവിന്റെ അഡ്രസ്സ് വരുന്നത്. ഓക്കെ, ഞാനിത് പി ഗ്രേറ്റർ ദാൻ ക്യൂ മാറ്റി ഞാനിവിടെ പിയും ക്യൂവും സ്വാപ്പ് ചെയ്ത് ഇടുന്നു. ക്യൂ ഗ്രേറ്റർ ദാൻ പി എന്നിട്ട് കഴിഞ്ഞാൽ നോക്കിയേ, നമുക്ക് ഔട്ട്പുട്ട് ഹായ് 13 എന്ന് വന്നത് കാണാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഡീബഗിങ് പോയിന്റും വെച്ച് കാണാം. ഞാൻ ഒരു ഡീബഗ് പോയിന്റ് ഇവിടെ ഇട്ടു, എന്നിട്ട് ഞാൻ ഡീബഗർ റൺ ചെയ്തു. ഓക്കെ, നമുക്കറിയാം ഇവിടെ അഡ്രസ് ഓഫ് അറേ നോക്കുവാണെങ്കിൽ അറേന്റെ അഡ്രസ് നോക്കിയാൽ കാണാം ഇവിടെ നമ്മുടെ ഫസ്റ്റ് പൊസിഷന്റെ അഡ്രസ് എന്താ? AFFA10. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് എലമെന്റ് 01 കിടക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് 4 ബൈറ്റ്സ് കഴിഞ്ഞ് നമ്മുടെ 02 കിടക്കുന്നത് കാണാം, പിന്നെ 3 കിടക്കുന്നത് കാണാം, 4, അങ്ങനെ ഓരോ 5 എലമെന്റ്സും അറേന്റെ കിടക്കുന്നത് കാണാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫസ്റ്റ് അഡ്രസ് പി പോയിന്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്, AFFA10. സി നമുക്കിവിടെ പിന്റെ സെക്ഷനിൽ കാണാം. റൈറ്റ്, ക്യൂ പോയിന്റ് ചെയ്യുന്നതോ AFFA18. അതെവിടെയാണ്? 18 ഇവിടെയാണ്. റൈറ്റ്, സി അതായത് ക്യൂ ഇപ്പൊ പോയിന്റ് ചെയ്യുന്നത് തേർഡ് എലമെന്റിലേക്കാണ്, 03 നിൽക്കുന്ന എലമെന്റ്. അതായത് ക്യൂ നമ്മളിവിടെ അസൈൻ ചെയ്യുമ്പോൾ അറേ +2 ആണ് ചെയ്യുന്നത്. അപ്പൊ അറേന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഇവിടെയാണ്, +1 ചെയ്യുമ്പോൾ ഇവിടെ വരും, കാരണം ഇന്റിജർ പോയിന്റർ ആയതുകൊണ്ട് 4 ബൈറ്റ്സ് ആണ് ജമ്പ് ചെയ്യുന്നത്. പിന്നെ +2 ചെയ്യുമ്പോൾ ഇവിടെ വരും. അങ്ങനെയാണ് നമ്മുടെ ക്യൂവിന്റെ വാല്യൂ ഈ A18 എന്ന് പറഞ്ഞ 3ന്റെ എലമെന്റ് അഡ്രസ് കിട്ടിയത്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം A18 ആണ് ഗ്രേറ്റർ ദാൻ A10. അതുകൊണ്ടാണ് കമ്പാരിസൺ ഓപ്പറേറ്ററിൽ നമുക്ക് ക്യൂ ഗ്രേറ്റർ ദാൻ പി എന്ന ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ ഇത് നമുക്ക് കമ്പാരിസൺ ഓപ്പറേറ്റർ മാത്രമല്ല നമുക്കുള്ളത്, നമുക്ക് വേണമെങ്കിൽ ഈക്വൽസ് ടു ഓപ്പറേഷൻ ഉണ്ട്. ഇപ്പൊ ക്യൂവിന്റെയും പിന്റെയും വാല്യൂ സെയിം ആണെങ്കിൽ, ഇഫ് ക്യൂ ഈക്വൽസ് ടു പി ആണെങ്കിൽ നമുക്ക് അന്നേരവും ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, പക്ഷേ നമുക്ക് പോയിന്ററിൽ അരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് അഡീഷനും സബ്ട്രാക്ഷനും ആണ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡിവിഷനോ പോയിന്റർ വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ P = P*2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എറർ കിട്ടുന്ന കാണാം. എക്സ്പ്രഷൻ മസ്റ്റ് ഹാവ് അരിത്തമെറ്റിക് ഓർ അൺസ്കോപ്ഡ് ഈനം ടൈപ്പ്. അതുപോലെ തന്നെ ഡിവിഷൻ ചെയ്യുമ്പോഴും സെയിം എറർ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് പോയിന്ററിലുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. എങ്ങോട്ടാ ഒറ്റയ്ക്ക്? എങ്ങോട്ടാ? അടുക്കുമല്ലോ.